കേരളത്തിലെ പോലീസ് ലോക്കപ്പുകൾ മൂന്നാം മുറ കേന്ദ്രങ്ങളായി മാറുന്ന സംഭവങ്ങളാണ് സാർ സമീപകാലത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. പരാതി കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നുപോയ ആളുകൾ തിരിച്ച് ആംബുലൻസിൽ വരേണ്ട ഒരു ഗതികേടിലാണ് സാർ കേരളമുള്ളത്. ജനമൈത്രി സ്റ്റേഷനുകൾ കൊലമൈത്രി സ്റ്റേഷനുകളായി മാറുകയാണ്. പോലീസ് സ്റ്റേഷനുകൾ ഗുണ്ടാ സ്റ്റേഷനുകളായി മാറരുത് എന്നാണ് സാർ പറയാനുള്ളത്. സാർ ജോലിക്ക് നിന്ന് വീട്ടിൽ നിന്നും മാലമോഷണം പോയ ബിന്ദുവിൻ്റെ കാര്യം നാം പറഞ്ഞതാണ്. 20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും വെള്ളം കുടിക്കാൻ ശുചിമുറിയിൽ പോവേണ്ടി വരികയും ചെയ്ത ഗതികേട് അത് തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് സാർ. സ്വന്തം മുന്നണിയിൽപ്പെട്ടവർക്ക് പോലും ഇവിടെ രക്ഷയില്ല എന്നുള്ള അവസ്ഥയാണ് സാർ കേരളത്തിലുള്ളത്. സാർ വടകരയിലെ വില്യാപ്പള്ളിയിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ RJDയുടെ ഒരു പരിപാടി നടന്നു. അവിടെ കസേരയും വേദിയും ഒക്കെ അഗ്നിക്കിരയാക്കുന്ന സംഭവം ഉണ്ടായി. പോലീസ് ഒരു നടപടിയും എടുത്തില്ല. അതിന്റെ തുടർച്ചയെന്നോണം ഇന്നലെ ഒരു പ്രവർത്തകന് നേരെ വധശ്രമം ഉണ്ടായത് നമുക്ക് കാണാൻ സാധിച്ചു. നിർഭാഗ്യവശാൽ അയാൾക്ക് മറ്റൊന്നും പറ്റാതിരുന്നത് സാർ പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ വടകരയിൽ തന്നെ മറ്റൊരു സംഭവം സാർ SNDPയുടെ നേതാക്കന്മാർക്ക് നേരെ അവരുടെ വീടുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണമുണ്ടായി. 8 തവണയാണ് അവരുടെ വീടുകൾ ആക്രമിക്കപ്പെട്ടത്. ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. ആയഞ്ചേരിയിലെ കുനിമൽ രാജീവൻ എന്ന് പറയുന്ന ഒരാളുടെ മർദ്ദനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം നിയമിച്ചിട്ടുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടാകാത്ത കാര്യം നമുക്ക് കാണാൻ സാധിക്കുകയാണ് സാർ. നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരും സുപ്രീം കോടതിയും ഇടപെട്ടിട്ടാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ CCTV ഉണ്ടായത്. എന്നിട്ടും CCTVയുടെ മുന്നിൽ വെച്ച് നിരപരാധികളെ തല്ലിച്ചതയ്ക്കാനുള്ള ധൈര്യം പോലീസിന് കിട്ടുന്നത് പാർട്ടിയുടെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെയും പിന്തുണ കൊണ്ടാണ് സാർ. പോലീസ് സേനയ്ക്കുള്ളിൽ പാർട്ടി ഘടകങ്ങൾ ഇപ്പോൾ സേനയെ ഭരിക്കുകയാണ് സാർ. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ ഘടകങ്ങൾ വരെ പോലീസ് സേനയ്ക്ക് ഉണ്ട് എന്നാണ് സാർ പറയപ്പെടുന്നത്. RSSുമായി ചർച്ച നടത്തിയ ADGP അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന ആഭ്യന്തര വകുപ്പിനെയാണ് സാർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും പോലീസുകാർ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുവാൻ ആളുകൾ ഭയപ്പെടുന്ന, സ്ത്രീകൾ ഉൾപ്പെടെ ഭയപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുകയാണ് സാർ. മാങ്ങ മോഷ്ടിച്ചതിനും കോഫി മേക്കർ വെച്ചതിനും പോലീസ് സർവീസിൽ നിന്നും പിരിച്ചുവിട്ട ഈ നാട്ടിൽ ജനങ്ങളുടെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്ന പോലീസുകാരെ സർവീസിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് സാർ പുറത്തു വന്നതും വരാത്തതുമായ കേസുകൾക്ക് ശക്തമായ നടപടിയെടുക്കാൻ പോലീസ് തയ്യാറാകണം. ഈ അടിയന്തര പ്രമേയത്തെ ശക്തമായി പിന്തുണച്ചുകൊണ്ട് അവസാനിക്കും.